പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊളിറ്റിക്സ് കേരള തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. 2021 ഫെബ്രുവരിയിൽ പൊളിറ്റിക്സ് കേരള ആരംഭിച്ചു. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പൊളിറ്റിക്സ് കേരള പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പൊളിറ്റിക്സ് കേരള വലിയൊരു വിജയമായി മാറിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരുപാട് പ്രേക്ഷകരെ സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉണ്ട്. ഞങ്ങളെന്നും കാത്തു സൂക്ഷിച്ചത് മതേതരത്വത്തിൻ്റെ നിലപാടായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനയായിരുന്നു. അവഗണിക്കപ്പെടുന്നവരുടെ കണ്ണീരായിരുന്നു. അതിനുവേണ്ടി നട്ടലോടെ നിലയുറപ്പിച്ചതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള കേസുകൾ ഒക്കെ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉണ്ടായി. അതിനെയൊക്കെ തരണം ചെയ്ത് പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോയി. പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കരുത്ത് എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ആശ്രയിച്ചാണ് പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോയത്. പൊളിറ്റിക്സ് കേരള പ്രതിസന്ധിയിലായപ്പോഴൊക്കെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. വടക്കൻ ദേശത്ത് നിന്നും തെക്കൻ ദേശത്ത് നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഒക്കെ നിരവധി പേർ പൊളിറ്റിക്സ് കേരളയ്ക്ക് പിന്തുണയുമായി എത്തി. ഞാൻ വീണുപോയപ്പോൾ നിങ്ങൾ എന്നെ താങ്ങി. ഞാൻ ദാഹജലത്തിന് വേണ്ടി കേണപ്പോൾ നിങ്ങളെനിക്ക് ദാഹജലം തന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ സ്നേഹവായ്പാണ് പൊളിറ്റിക്സ് കേരളയുടെ 5ാം വാർഷികം. പൊളിറ്റിക്സ് കേരള 5ാം വാർഷികം ആഘോഷിക്കുകയാണ്. പൊളിറ്റിക്സ് കേരള 5ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരാഘോഷമാണ് നടത്തുന്നത്. കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഉടവാൾ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ 5ാം വാർഷികം ആഘോഷിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉടവാൾ നൽകിക്കൊണ്ട് വരുന്ന 17-ാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ ആ വേദിയിൽ പങ്കെടുക്കും. പൊളിറ്റിക്സ് കേരളയെ നെഞ്ചോട് ചേർത്ത നിരവധി പേർ ആ പരിപാടിയിൽ പങ്കെടുക്കും. നിങ്ങളെ ഏവരെയും ആ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ പലർക്കും അറിയില്ലായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വാർത്തയ്ക്കൊപ്പം നൽകുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ബന്ധപ്പെടാം. 17-ാം തീയതിയാണ് നമ്മുടെ പരിപാടി. എൻ്റെ പരിപാടിയല്ല, നമ്മുടെ പരിപാടി. ആ പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ ആശംസകൾ അറിയിക്കണം. ഒരുപാട് മഹത് വ്യക്തികൾ പൊളിറ്റിക്സ് കേരളയുടെ മുന്നോട്ടുള്ള പന്ഥാവിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ കരുത്തായി നിന്നിട്ടുണ്ട്. മലപ്പുറത്തുള്ള സക്കീർ ഭായി മറക്കാൻ പറ്റില്ല. സക്കീർ ഭായി എന്താവശ്യത്തിന് വിളിച്ചാലും പൊളിറ്റിക്സ് കേരളയ്ക്ക് കൂടെ പുറപ്പായി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിരവധി പേർ അവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ നിൽക്കില്ല. പല വ്യക്തികൾ അവരൊക്കെ പൊളിറ്റിക്സ് കേരളയുടെ നിലനിൽപ്പിന് പ്രചോദകമായി മാറി. ഞാനൊന്ന് തളർന്നപ്പോൾ അവരൊക്കെ എന്നെ താങ്ങി നിർത്തി. പൊളിറ്റിക്സ് കേരള തുടങ്ങിയതിനു ശേഷം 3 കേസുകൾ എനിക്ക് നേരിടേണ്ടി വന്നു. അത് 3ഉം നേരിടാൻ എന്നെ സഹായിച്ചതും എനിക്ക് പിന്തുണ നൽകിയതും ഒക്കെ എൻ്റെ പ്രേക്ഷകരാണ്. നിങ്ങളോടല്ലാതെ മറ്റാരോടും എനിക്ക് നന്ദി പറയേണ്ട കാര്യമില്ല. നിങ്ങളോടല്ലാതെ മറ്റാരോടും എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല. പൊളിറ്റിക്സ് കേരള ഒരു പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. പൊളിറ്റിക്സ് കേരള മതേതരത്വ മനസ്ഥിതി കാത്തു സൂക്ഷിക്കുന്ന ഒരു ചാനലാണ്. ന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചാനലാണ്.
എവിടെ അക്ഷമങ്ങൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടാകുന്നുവോ, എവിടെ പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കുതിര കയറുന്നുവോ, അവിടെയൊക്കെ പ്രതിഷേധത്തിന്റെ തീപ്പന്തമായി പൊളിറ്റിക്സ് കേരള ഉണ്ടാകും. നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്നത് നെറുകേടാണെങ്കിൽ ആ നെറുകേടാണ് പൊളിറ്റിക്സ് കേരളയുടെ പാരമ്പര്യം. പൊളിറ്റിക്സ് കേരളയുടെ വിജയത്തിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾക്കായി ഞാൻ യാചിക്കുന്നു. വരുന്ന 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്തെ പ്രസ്തം ഹാളിൽ പൊളിറ്റിക്സ് കേരള 5ാം വാർഷികം ആഘോഷിക്കുന്നു. നിങ്ങൾക്കെന്നെ വിളിക്കാം, നിങ്ങൾക്കെന്നോട് സംവദിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നു. ഏവർക്കും എല്ലാവരുടെയും ഫോൺ കോളുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു.